നമസ്കാരം. നിയന്ത്രണ രേഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് പുതിയ നേതൃത്വം. CPM-നെ പോലെ കൂട്ടായ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയിൽ നേതൃമാറ്റം വലിയ സംഭവമല്ലെന്ന് പാർട്ടി പറയും. എങ്കിലും പാർട്ടിയിലെ ദൗർബല്യങ്ങളും മാറിയ കാലവും മുന്നിൽ നിൽക്കുമ്പോൾ സീതാറാം യെച്ചൂരി എന്ന പുതിയ ജനറൽ സെക്രട്ടറിക്കും നേതൃത്വത്തിനും നിർവഹിക്കാനുള്ളത് പ്രത്യയശാസ്ത്രപരമായ പ്രശ്നപരിഹാരം മാത്രമായിരിക്കില്ല. നേതൃമാറ്റം പ്രസ്ഥാനത്തെ മാറ്റും എന്ന രാഷ്ട്രീയ പ്രത്യാശ പ്രകടിപ്പിക്കുന്നവരുടെ ചോദ്യമാണ് ഇന്ന് നിയന്ത്രണരേഖ ഉന്നയിക്കുന്നത്. CPM-ന്റെ നേതൃമാറ്റത്തിൽ ജനാധിപത്യ വിശ്വാസികൾ എന്ത് പ്രതീക്ഷിക്കുന്നു? ചർച്ചയിൽ ചേരുന്നത് CPM സംസ്ഥാന സമിതി അംഗം പി ശ്രീരാമകൃഷ്ണൻ MLA, ഡക്കാൻ ക്രോണിക്കിൾ സീനിയർ എഡിറ്റർ KJ ജേക്കബ്, രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ K അരവിന്ദാക്ഷൻ, സമൂഹ മാധ്യമ പ്രവർത്തകൻ കിരൺ തോമസ്, ഒപ്പം പ്രേക്ഷകരുമാണ്. ആദ്യം ശ്രീരാമകൃഷ്ണൻ, ഈ നേതൃമാറ്റം പാർട്ടിയെ എങ്ങനെ മാറ്റും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഷാനി തന്നെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ സ്ഥാനാരോഹണം അങ്ങനെ പ്രത്യക്ഷമായിട്ടൊരു മാറ്റം വരുത്തുന്ന ഒരു രീതിയല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. കൂട്ടായ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രീകൃത ജനാധിപത്യം എന്നുള്ള തത്വത്തെ ആസ്പദമാക്കി തീരുമാനങ്ങൾ എടുക്കുക, അത് താഴോട്ട് കൊടുക്കുക, അവരെ കൂടി അംഗീകരിപ്പിക്കുക, ഒരു പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ പാസ്സാകാൻ ഒരു പക്ഷേ ഇത്രയധികം പ്രോസസ്സുകൾ സ്വീകരിക്കുന്ന മറ്റൊരു പാർട്ടി ഉണ്ടാവില്ല. ഞങ്ങൾക്കൊരു ഡോക്യുമെൻ്റ് ഉണ്ട്, എന്താണ് നമ്മളുടെ വഴി എന്നുള്ളതിനെക്കുറിച്ച്. അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് എത്രത്തോളം ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളുള്ളതുപോലെ ഇടപെടാൻ കഴിയുമെന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ദയവായി ഇത് ഒരു വ്യക്തി മാറി എന്നുള്ളതായി എടുക്കരുത്. കാരണം നേതൃമാറ്റം എന്ന് തന്നെ പൊതുവായി പറഞ്ഞ അതുകൊണ്ടാണ്. മാത്രമല്ല പാർട്ടി തന്നെയാണ് സമ്മതിക്കുകയും പുതിയ ജനറൽ സെക്രട്ടറി തന്നെയാണ് തുറന്നു പറയുകയും ചെയ്തത് ഞങ്ങൾ മാറേണ്ടതുണ്ട് എന്ന്. അതെങ്ങനെ മാറണം എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് താങ്കളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നതെന്നാണ് ചോദ്യം. അതിനും ഒരു കൂട്ടായ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 25 വർഷം ഞങ്ങൾ സ്വീകരിച്ച ടാക്ടിക്കൽ ലൈനിൽ ഉള്ള കുറവുകൾ പൂർണ്ണമായും കോൺഫറൻസിന് മുന്നിൽ വയ്ക്കുകയാണ് ചെയ്തത്. ആ അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് കേവലം ഇടതുപക്ഷ പാർട്ടികൾ മാത്രമാണോ? ഞങ്ങൾ കാണുന്നത് അതൊരു ഫീലിംഗ് കൂടിയാണ്. ഇടതുപക്ഷ മനോഭാവം എന്ന് പറയും. ആ ഇടതുപക്ഷ മനോഭാവത്തിലേക്ക് രാജ്യത്തെ തൊഴിലാളി വർഗം ഒന്നിച്ചു വന്നിരിക്കുകയാണ് ഇപ്പോൾ. കാരണം വിവിധ ട്രേഡ് യൂണിയനുകൾ കഴിഞ്ഞ 4 വർഷമായിട്ട് വ്യത്യസ്തങ്ങളായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നില്ല, അതേത് പാർട്ടിയുടെ ഭാഗമായിട്ടാണെങ്കിലും. ഞങ്ങൾ പ്രവർത്തിച്ചിരുന്ന പല രീതികളും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം, പുതിയ സമൂഹവുമായിട്ട് ഇടപഴകണം. രാഷ്ട്രീയ ഐക്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ലാതെയും സാധ്യമാവണം. വ്യക്തികൾ, ഗ്രൂപ്പുകൾ, അതായത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഫീലിംഗ് ഉള്ള ആളുകളെ മുഴുവൻ കൂട്ടിയോജിപ്പിച്ച് നിർത്താവുന്ന, ചുരുക്കി പറഞ്ഞാൽ JNU-വിലെ ചെയർപേഴ്സണെ വരെ ഞങ്ങൾ ഉദ്ഘാടന സമ്മേളനത്തിൽ വിളിക്കുകയും അവരെ പ്രസംഗിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തു. അതൊരു മാറ്റത്തിൻ്റെ സൂചനയായിട്ട് കാണാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ KJ ജേക്കബ്, CPM എങ്ങനെ മാറും എന്നാണ് ജനറൽ സെക്രട്ടറിയും പറയുന്നു. ഞങ്ങൾ തന്നെയാണ് ആദ്യം മാറേണ്ടത്, ബാക്കിയുള്ള മാറ്റങ്ങളൊക്കെ അതിന് തുടർച്ചയായി സംഭവിക്കേണ്ടതാണ്. CPM എങ്ങനെയാണ് മാറേണ്ടത്? ഈ നേതൃമാറ്റം അത്തരത്തിലുള്ള എന്ത് പ്രതീക്ഷയാണ് നൽകുന്നത്? ലെഫ്റ്റിൻ്റെ ഒരു ഡോഗ്മാറ്റിക്കാണ് ഇന്ത്യയിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രമേ ശരി ചെയ്യാൻ പറ്റൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശരി മാത്രമേ ചെയ്യുള്ളൂ. ഇങ്ങനത്തെ ഒരു ഫിലോസഫി ആയിട്ടാണ് ഇത്രയും കാലം CPM നടന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ പൊളിറ്റിക്കൽ റെസൊല്യൂഷനിൽ ഞാൻ കാണുന്നത് ഒരു ബ്രോഡർ ലെഫ്റ്റ് പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി CPM മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ അകത്ത് ഒരു കാര്യം, ഇപ്പം സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഇത്രയും കാലം CPM-ഉം മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അവരെ കംപ്ലീറ്റ് ഡിസ്ക്രെഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്നത്. NGOs അതെല്ലാം സാമ്രാജ്യത്തിൻ്റെ ചാരന്മാരാണെന്നുള്ള മട്ടിലുള്ള നിരന്തരമായിട്ടുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ അങ്ങനെയുള്ളവരിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെ തിരിച്ചറിയാനും അവരെ കൂടി ഈ ലെഫ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുവാനും, അതായത് ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സ് പോസിബിളാണ് എന്ന് നാട്ടുകാരോട് പറയാൻ, അതായത് വളരെ ഒരു പാർട്ടി മാത്രമല്ല, ശ്രീരാമകൃഷ്ണൻ വളരെ ശരിയായിട്ട് പറഞ്ഞതുപോലെ ഒരു മനോഭാവം, അതിൽ ഫൈനാൻസ് ക്യാപിറ്റലിസത്തിനെതിരെയുള്ള, ഫാഷിസത്തിനെതിരെയുള്ള ലെഫ്റ്റായിട്ട് ചിന്തിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാനൊരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പാർട്ടി കൃത്യമായി ആലോചിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പാർട്ടി റെസൊല്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള പ്രശ്നം അത് എത്രത്തോളം ഇംബൈബ് ചെയ്യാൻ പാർട്ടിക്കാർക്ക് തന്നെ പറ്റുമെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ പ്ലീനം വരുമ്പോൾ ഇത്തരം ഒരു പുതിയ നയപരിപാടി ആക്സെപ്റ്റ് ചെയ്യാനും പ്രവർത്തിക്കാനും പറ്റത്തക്ക വിധത്തിൽ പാർട്ടി ഓർഗനൈസേഷനെ കൂടി മാറ്റാനുള്ള വലിയൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. കാരണം ഇത് പോസിബിൾ, അത് 50 വർഷമുള്ള CPM-നും ഏകദേശം 70-80 വയസ്സായ CPI-ക്കൊന്നും വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ ഇത്രയും കാലം നടത്തിക്കൊണ്ടിരുന്നത്. പാർട്ടിക്ക് പുറത്തുനിന്ന് ഒരാളെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ പോലെ ഐസയുടെ ആളെ പാർട്ടിയുടെ കോൺഗ്രസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ പ്രോസസ്സ് തുടങ്ങിക്കാണും. അത്
ടോപ്പിൽ വളരെ എളുപ്പമാണ്, കാരണം അവർക്ക് മൊത്തം ചിത്രം വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ താഴെ ലെവലിലുള്ള സഖാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. ആ പ്രോസസ്സ് ഇറ്റ് വിൽ ടേക്ക് ടൈം. പക്ഷേ ഒരു വലിയ തുടക്കമാണ് ഈ പാർട്ടി കോൺഗ്രസ് കുറിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. യെച്ചൂരിൽ കാണുന്നൊരു പ്രത്യേകത, അദ്ദേഹം തത്വശാസ്ത്രപരമായ നിലപാടുകളിലും പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളിലും ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ആളാണെങ്കിൽ കൂടി പാർട്ടിയുടെ നയങ്ങൾ വേണ്ടത്ര വിജയം കണ്ടെത്താതിരുന്നത് നയങ്ങളുടെ കുഴപ്പമല്ല, അത് പ്രയോഗത്തിൽ കൊണ്ടുവന്നതിൻ്റെ കുഴപ്പമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ബദൽ പ്രമേയം വരെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ പ്രായോഗിക തലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുക മാത്രമല്ല, സംഘപരിവാറും BJPയും ഉയർത്തുന്ന മതേതരത്വത്തിന് തന്നെ ഭീഷണിയായ, ദേശീയതയ്ക്ക് തന്നെ ഭീഷണിയായ ആ പ്രസ്ഥാനത്തെ എതിർക്കാൻ ഏതെല്ലാം ഇടതുപക്ഷ മനോഭാവക്കാരെ, നേരത്തെ ശിവരാമകൃഷ്ണൻ പറഞ്ഞ പോലെ ആരെല്ലാം സംഘടിപ്പിക്കാമോ അവരോടെല്ലാം നേരിട്ട് ഇടപഴകാനും അവരുടെ ആശയങ്ങൾ സ്വന്തം ആശയങ്ങളുമായി പൊരുത്തക്കേടുണ്ടെങ്കിൽ അത് വളരെ സൗമ്യമായ രീതിയിൽ അത് പരിഹാരം കണ്ടെത്താനും അപാരമായ കഴിവുള്ളൊരു വ്യക്തിയായിട്ടാണ് ഇതുവരെയും ഞാൻ യെച്ചൂരിയെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ശ്രീ കിരൺ തോമസ്, പുതിയ തലമുറയിലാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. അവിടെ അവർ ഞങ്ങളെ കാണുന്നതിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ആദ്യം കൂടുതലായി ശ്രമിക്കുക. യെച്ചൂരി എല്ലാ അഭിമുഖങ്ങളിലും കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ തലമുറ CPM-നെ കാണുന്നതിലും ഈ ഒരു പാർട്ടി കോൺഗ്രസോടുകൂടി മാറ്റം വരുന്നുണ്ടോ? എം വിജയനെ പോലുള്ള ആളുകൾ ജനകീയ ആസൂത്രണത്തെയും കുടുംബശ്രീയും ഒക്കെ കണ്ടത് സാമ്രാജ്യത്തിൻ്റെ ഇടപെടലായിട്ടാണ്. അതല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ, അതായത് വളരെ സക്സസ്ഫുള്ളായി ഇന്ന് തുടരുന്ന കുടുംബശ്രീ പോലുള്ള പ്രവർത്തനങ്ങളെ പോലും അതിരൂക്ഷമായ ഒരു പ്രത്യയശാസ്ത്ര വിഷയമാക്കി മാറ്റാൻ 2005 മലപ്പുറം സമ്മേളനത്തിൽ നടന്നു. അത്തരം വിഷയങ്ങൾക്ക് മുകളിലാണ് ഇന്ന് NGO-കളുമായി സഹകരിക്കാമെന്ന രീതിയിലേക്കുള്ള ഒരു എംഫസിസ് കൊടുത്തുകൊണ്ടുള്ള ഒരു വിശദീകരണം തോമസ് ഐസക്ക് ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തരുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, CPM-ന് ഇനി കുറേ കൂടി ജനകീയമായ രീതിയിൽ, അതായത് പുതിയ ജനറേഷനെ ആകർഷിക്കാൻ തക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത് ലെഫ്റ്റ് മനോഭാവമുള്ള ആളുകളെ കൂടി യോജിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രസ്ഥാനമായി വളരാൻ കഴിയുമെന്ന സന്ദേശം ഐസക്കിനെ പോലെ തന്നെ ഫേസ്ബുക്കിൽ ഇത്രയധികം ആക്റ്റീവായിട്ടുള്ള ഒരു ലെഫ്റ്റ് മനോഭാവമുള്ളവർക്ക് വളരെ ആകർഷകത്വമുള്ളൊരു നേതാവ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് വിശദമാക്കി തരുമ്പോൾ അത് ദേശാഭിമാനിയിൽ ഒഫീഷ്യലായി വരുന്ന ഏത് ഡ്രാഫ്റ്റിനേക്കാളും കൂടുതൽ ഒരു പുതിയ ജനറേഷനെ ആകർഷിക്കുന്നതാണ്. ആ ഒരു നയമാറ്റം അതെങ്ങനെയാണ് അടുത്ത പ്ലീനത്തിൽ ഇത് നടപ്പിലാക്കി എടുക്കുക എന്നതും കൂടി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ചിത്രം നമുക്ക് ലഭിക്കും. അതിലേക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ആളുകൾ. CPM എന്നും ജനപക്ഷത്തു നിന്ന് തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ചില പോരായ്മകളുണ്ട്. അത് തിരുത്തുമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീരാമകൃഷ്ണൻ അടക്കമുള്ളവർ പറഞ്ഞു. വീണ്ടെടുക്കാനാവാത്ത വിധം ഒന്നും നഷ്ടമായിട്ടില്ല, മടങ്ങി വരാനാവാത്ത ദൂരത്തിൽ ആരും അകന്നുപോയിട്ടുമില്ല എന്നുള്ള വളരെ ശുഭകരമായ ചില സൂചനകൾ ഇവിടെ സംബന്ധിച്ചവരുമൊക്കെ സൂചിപ്പിച്ചതാണ്. തീർച്ചയായും ഒരു വല്ലാത്ത കാലം, അരാഷ്ട്രീയ ബോധം സമൂഹത്തെ ആകെ ഒരു പകർച്ചവ്യാധി പോലെ പടരുന്ന ഒരു കാലയളവിൽ എല്ലാം ഒന്നാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണക്കാണ് എന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഷണ്ടത്വത്തിൻ്റെ ഒരു ചിന്ത സമൂഹത്തിലാകെ പടരുന്ന ഒരു കാലയളവിൽ ചില തുരുത്തുകൾ നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നു എന്ന പ്രതീക്ഷ തന്നെയാണ് ഈ 21-ാം പാർട്ടി കോൺഗ്രസ്, CPM-ന്റെ 21-ാം പാർട്ടി കോൺഗ്രസ് സമാപിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ നിറയുന്നത്. പുറകോട്ടൊന്ന് ചിന്തിച്ചാൽ പുതിയ നയം, ആഗോളവൽക്കരണ നയം 90-കൾക്ക് ശേഷം രാജ്യത്ത് നടപ്പാക്കിയപ്പോൾ ഇതിനൊരു ബദൽ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് CPM-ആണ്. പാർട്ടി എടുക്കുന്ന എല്ലാ നടപടികളും പ്ലീനത്തിലെടുത്താലും പാർട്ടി കോൺഗ്രസിലെടുത്താലും മറ്റേത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ എടുക്കുന്നത്, നടപ്പാക്കുന്നില്ല. ഒരു ബദൽ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയെക്കുറിച്ചൊന്നും ഇനി സംശയം പോലും ഇല്ല, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും ആവശ്യമില്ല. പക്ഷേ അത് നിർവഹിക്കാൻ CPM-ന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചർച്ചയിലേക്കും അതിൻ്റെ തുടർച്ചകളിലേക്കുമാണ് നമ്മുടെ ചർച്ചകളൊക്കെ എത്തിച്ചേർന്നത്. ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നു, ഇനി ഭാവിയിലേക്കാണ് നോക്കേണ്ടത്. എല്ലാവരും ചരിത്രം, CPM-ന്റെ പ്രസക്തി, CPM ഇതുവരെ വഹിച്ചു പോന്നിരുന്ന പങ്കാളിത്തം ഒക്കെ വിശദീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭാവിയെക്കുറിച്ച്, ഭാവിയിൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന ജനറൽ സെക്രട്ടറി എന്നൊരു പ്രത്യാശ യെച്ചൂരിയിൽ കാണുന്നുമുണ്ട്. അവിടെ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യം അവിടെ CPM-ന് മാത്രമായി നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം എന്നുള്ളതിനെക്കുറിച്ച് എത്രമാത്രം വ്യക്തത ഇപ്പോഴും പാർട്ടിക്കുണ്ട്? അല്ല, ഇപ്പോൾ വേറൊരു ബദലിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റാത്ത വിധത്തിൽ ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് ഷാനി പറഞ്ഞത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. CPM-ന് മാത്രം എവിടെയാണ് CPM എന്നുള്ള ചോദ്യം
കേരളത്തിൽ മാത്രം കഴിഞ്ഞൊരു 4-5 വർഷങ്ങൾക്കിടയിൽ എത്ര തവണ താങ്കൾ കേട്ടിട്ടുണ്ടാവും? താങ്കളുടെ മനസ്സിൽ അത് സ്പർശിച്ചിട്ടുണ്ടാവും? എവിടെയാണ് CPM, എവിടെയാണ് ഇടതുപക്ഷം എന്നുള്ള ചോദ്യം. ഓരോ ഇൻസിഡൻസ് എടുത്ത് പരിശോധിച്ച വിമർശനങ്ങളൊക്കെ വരും, അത് സ്വാഭാവികമായിട്ട് തുടർച്ചയായി. പക്ഷേ അത് അല്ല, അതിപ്പോൾ എനിക്ക് അങ്ങോട്ടും പറയാനുണ്ടാവും, ഞങ്ങളല്ലാതെ ആരാണ് ഇടപെടാനുള്ളതെന്ന്. ഞങ്ങൾ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ. ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം 90കളിൽ ഈ ഒരു പുതിയ ന്യൂ ലിബറൽ പോളിസി വന്ന സമയത്ത് ടിന എന്നാണ് ഉള്ള വാക്ക് ഉപയോഗിച്ചത്, ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ്. ഇതിനെതിരെ നിൽക്കുന്നവനെല്ലാം ഡെവലപ്മെൻറ്റിന് വിരുദ്ധന്മാരാണ്. നിങ്ങളീ പറയുന്നതെല്ലാം വിഡ്ഢിത്തരാണ്. അപ്പോൾ നിങ്ങളെ ഒരു പരമ്പരാഗതമായ കുറേ ക്ലീശേ വാക്കുകളും പറഞ്ഞുകൊണ്ട് ഈ ഒരു പണ്ട് ഒ വി ജയൻ സാർ എഴുതിയ പോലെ ചുമടും തിരിയുന്ന രീതിയില്ലേ, അതിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഒരു ചുമടുണ്ട്, സ്നേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ബാണ്ഡവും പേറി നിൽക്കുന്നവരാണെന്നാണ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ 25 കൊല്ലം ഞങ്ങൾ സ്വീകരിച്ച പല മുന്നണികളും ആത്മഹത്യാപരമായിരുന്നു. ഇനി മുതൽ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങളും അവിടുത്തെ പാർട്ടിയെ സ്വതന്ത്രമായി വളർത്താൻ അനുവദിക്കാവുന്ന നിലയിലുമുള്ള തെരഞ്ഞെടുപ്പ് മുന്നണികളിലേക്ക് പോകും. 1. 2, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തിമമായ പ്രവർത്തനം പാർലമെൻറ്റിൽ എത്ര സീറ്റ് ഉണ്ടെന്നുള്ളത് മാത്രം നോക്കിയിട്ടല്ല. തൊഴിലാളി വർഗത്തിൻ്റെ ഒരു ടൂളാണ്, ഒരു ഉപകരണമാണ് യഥാർത്ഥത്തിൽ പാർട്ടി. പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തിപ്പെടുത്തുക, പ്രക്ഷോഭങ്ങളിൽ പരമാവധി സ്വയം സമർപ്പിക്കുക, പാർലമെൻറ്റിൽ കയറാൻ പറ്റുന്നിടത്തോളം കയറാതെ ഉപയോഗിക്കും, കയറാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഉദാഹരണം, ആന്ധ്രയിൽ ഞങ്ങൾക്ക് അത്രയധികം സീറ്റുകളൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ നല്ല പ്രഹരശേഷിയുള്ള ഒരു മൂവ്മെൻ്റാണ് അവിടെ. പക്ഷേ ഈ വെല്ലുവിളികളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ താരതമ്യേന കുറഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം. മറ്റൊരു ഉദാഹരണം, CPM-ന്റെ ശക്തി, സാന്നിധ്യം തുടങ്ങിയതിനെക്കുറിച്ചൊന്നും സംശയിക്കേണ്ടതില്ലാത്ത മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലം. അവിടെ പുതിയ രാഷ്ട്രീയത്തെ കാണുന്നതിലും പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിലും CPM-ന് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഈ മുന്നണി ബന്ധമോ മറ്റ് സഖ്യകക്ഷികളുമായുള്ള ഇടപെടാൻ പോയ സമയമോ അതൊക്കെ ഒരു ന്യായീകരണമാകുന്നുണ്ടോ? അവിടെ നിങ്ങൾ എന്തുകൊണ്ട് ആ രാഷ്ട്രീയ പ്രത്യാശ ഏറ്റെടുക്കാൻ CPM പരാജയപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് സത്യസന്ധമായ എന്ത് മറുപടി? അല്ല, പരാജയപ്പെട്ടു എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളുടെയും ക്യാമ്പയിനുകളുടെയും റിസൾട്ടെല്ലാം 0 ആയിരുന്നു എന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പരിശോധിക്കാം. പുതിയ പാർട്ടി പ്രമേയം അതാണ് പറയുന്നത്, എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ പരിശോധിക്കാം. ചില പ്രത്യേക പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ മുന്നണികൾ വരാം, തെരഞ്ഞെടുപ്പിലും ഒരു മുന്നണി വരാം. തീർച്ചയായും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നണിയിൽ നിന്ന് മാത്രം ചർച്ച ചെയ്ത് തെരഞ്ഞെടുപ്പ് മുന്നണിയിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സീറ്റ് അത് മാത്രം നോക്കാതെയാണ് കേരളത്തിലെ പശ്ചാത്തലത്തിൽ നിന്ന് ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത്. കേരളത്തിൽ കുറേയധികം പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുണ്ടായി. ചുംബന സമരം പോലെ സദാചാര പോലീസിങ്ങിനെതിരെ, സദാചാര ഗുണ്ടായിസത്തിനെതിരായ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായി. സാമൂഹ്യമായ ഒരുപാട് വിഷയങ്ങളുണ്ടായി. ആദിവാസികളുടെ സമരമുണ്ടായി, നിൽപ്പ് സമരമുണ്ടായി, ഇരിക്കൽ സമരമുണ്ടായി, ഇരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരമുണ്ടായി. CPM-ന് എവിടെയാണ് CPM-ന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടത്? അത് അനുഭവപ്പെടാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്ന് നമ്മൾ എങ്ങനെ വിശദീകരിക്കും? അല്ല, ആ പ്രശ്നങ്ങളിലെല്ലാം ഞങ്ങൾ കൂടി ഇടപെട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് വേറൊരു കൂട്ടർ ഇടപെട്ട് തെറ്റാണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. എല്ലാം ഞങ്ങൾ തന്നെ ചെയ്തോളൊന്നുമില്ല. ഇപ്പോൾ ചുംബന സമരത്തിൽ DYFയുടെ നിലപാട് വളരെ പരസ്യമായിട്ട് MP രാജേഷ് പറഞ്ഞല്ലോ. സെയിം ഡോഗ്മയാണ്, ഇത് സമ്മതിക്കില്ല. ഇത് ഇത്തരം കൊച്ചു പ്രസ്ഥാനങ്ങളെ, കൊച്ചു സമരങ്ങളെ അംഗീകരിക്കാൻ CPM-ന്റെ ഇപ്പോഴത്തെ സംഘടനാ സംവിധാനം സമ്മതിക്കില്ല. ശ്രീരാമകൃഷ്ണനോട് കുത്തി ചോദിച്ചു നോക്കൂ, എന്താണ് നിൽപ്പ് സമരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന്. ഞങ്ങളുടെ ഗോത്രക്ഷേമ സമിതി സമരം നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ഉത്തരവേ വരുള്ളൂ. പക്ഷേ അതിൽ നിന്നൊരു വ്യത്യാസം ഈ പാർട്ടി സമ്മേളനത്തിന് ശേഷം വരുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കാരണം അവരെ കൂടി അംഗീകരിക്കാം. കാരണം അവർ സമരം ചെയ്യുന്നത് വളരെ അടിസ്ഥാനപരമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവരെ കൂടി അംഗീകരിക്കാം. ഇരിക്കാൻ വേണ്ടിയുള്ള സമരക്കാരെ കൂടി അംഗീകരിക്കാം. ചുംബന സമരക്കാരെ അതിൻ്റെ മെറിറ്റിൽ അംഗീകരിക്കാം. അങ്ങനെ ഈ ഞങ്ങൾ മാത്രമല്ല സമരരംഗത്തുള്ളവർ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിശാലമായ ഒരു തോട്ട് പ്രോസസ്സ് അത് CPM-ൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പാടാണത്. അത് എനിക്ക് അതിശയമാണ് അത് ഇപ്പോഴെങ്കിലും അത് തുടങ്ങിയത്. പക്ഷേ ഇതല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. CPM-ന് ഇത് ഇങ്ങനെ ഒരു തുറക്കാതെ അതല്ലെങ്കിൽ ഇതോടുകൂടി തീരും. ഇതൊരു ഏകദേശം ദ്രവിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പുതിയ നാമ്പുകൾ വരാതെ ഇതിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ശക്തമായ ഫാഷിസ്റ്റ് മുന്നണി ഇന്ത്യയിൽ ഭരണത്തിലുണ്ട്. അവർ ആഞ്ഞു തള്ളിയാൽ വീഴുന്ന ഒരവസ്ഥയിലോട്ട് എത്തി. ഇനി അതിന് പുതിയ വേരുകളുടെ ആവശ്യമുണ്ട്, പുതിയ ശാഖകളുടെ ആവശ്യമുണ്ട്, പുതിയ ജീവൻ്റെ ആവശ്യമുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് പുതിയ തോട്ട് പ്രോസസ്സുകൾ അംഗീകരിക്കുക എന്നുള്ളത്. ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഏതാണ്ട് 60% ഇപ്പോൾ യുവജനങ്ങളാണ്. ആ 60% യുവജനങ്ങളുള്ളതിൽ 31 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരെ കണക്കെടുത്താൽ അതിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരായി 20% കൂടുതൽ ആളുകൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഒരു കണക്ക് കണ്ടത്. അരാജകത്വത്തിലേക്ക് യുവജനങ്ങളുടെ ചിന്ത തിരിച്ചു വിടാതിരിക്കാൻ CPM-ന്റെ പഴയ ചട്ടക്കൂടിൽ നിന്ന് മാറി കുറച്ച് വിശാലമായി ചിന്തിക്കണം. മൂന്നാമത് പറയാനുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ എന്തിനാണ് ഈ അന്ധമായ കോൺഗ്രസ് വിരോധം? ഇത് വളരെ കോൺട്രവേഴ്ഷ്യലായിട്ടൊരു ഇഷ്യൂ ആണ്. യെച്ചൂരിയുടെ മുമ്പിലുള്ള പ്രശ്നം
ഫാഷിസ്റ്റ് ചിന്താഗതിക്കാരായ ഭരണാധികാരികളെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അതിലേക്ക് പഴയ പ്രത്യയശാസ്ത്ര നൂലാമാലകളെല്ലാം മാറ്റിവെച്ച് പുതിയൊരു സമീപനം ഉൾക്കൊണ്ടേ കഴിയൂ. ഞാൻ ബേസിക്കലി ഇവർ പൊതുവിൽ CPM പറയുന്ന സമരങ്ങളിലൂടെ വളരുക എന്ന സിദ്ധാന്തത്തിന് അല്പം വിരുദ്ധമായി ചിന്തിക്കുന്ന ആളാണ്. ഞാൻ കുറേ കൂടി ഒരു ബദൽ എങ്ങനെയാണ് ഒരു ഭരണകൂട മോഡലായി അവതരിപ്പിക്കുക എന്നതിൽ CPM കേരളത്തിലെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. രഘുരാം രാജൻ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അതിൽ ഹ്യൂമൻ ഇൻഡെക്സ് പ്രകാരം കേരളം 2ാം സ്ഥാനത്താണ്. അപ്പോൾ അതിൽ ഇരു മുന്നണികൾക്കും അതിന് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ പോലും നിർണായകമായ ഒരു ക്രെഡിറ്റ് CPM-നാണ്. അതിൻ്റെ ബെനിഫിറ്റ് CPM-ന് കിട്ടുന്നേ ഇല്ല. CPM ഇപ്പോഴും അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഞങ്ങൾ ഒരു സമര മുന്നണിയാണ്. 10 കോടി പേരെ അണിനിരത്തിയ സമരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ വിയോജിച്ചുകൊണ്ട് പറയുകയാണ്, ഈ 10 കോടി പേരെ സമരത്തിന് ഇറക്കി ഉണ്ടാക്കിയ എന്ത് ഇമ്പാക്റ്റാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്? ആ ഇമ്പാക്റ്റ് ആരും അറിഞ്ഞിട്ടില്ല. 10 കോടി ആളുകളെ അങ്ങനെ പറയാൻ കഴിയും. അല്ല, അങ്ങനെ ഞാനതല്ല പറഞ്ഞു. ആം ആദ്മി പാർട്ടിക്ക് തൊഴിലാളികളോട് പോയി ചോദിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. തൊഴിലാളികളല്ല, ഈ തൊഴിലാളികൾ വോട്ട് ചെയ്ത് ജയിക്കുമോ? ഇലക്ഷൻ ജയിക്കുമോ? ഞാനൊരു തെരഞ്ഞെടുപ്പ് സമരം കൊണ്ട് മാത്രം ഇന്ത്യയിൽ ഒരു ബദൽ ഉണ്ടാക്കാൻ ഇന്ന് സമരം നടത്തുന്ന പാർട്ടി എന്ന് പ്രതിച്ഛായക്ക് അപ്പുറത്തേക്ക് മാസ് മൊബിലൈസേഷന്റെ ആവശ്യം. ഞാൻ ചോദിക്കട്ടെ, അണ്ണാ ഹസാരയുടെ സമരം എത്ര പേര് പങ്കെടുത്തു? നിരന്തരമായി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക, പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുക, ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുക, ഇവരെല്ലാം പ്രതികരിക്കാൻ പ്രാപ്തരാക്കുക. അതിനൊരു റിസൾട്ട് ഉണ്ടാകും. ആ റിസൾട്ടാണ് 2ാം UPA ഗവൺമെൻറ് ഉണ്ടായത്. ഇപ്പോൾ 10 കോടി ഇതിൻ്റെ പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഗുണത്തിൽ ഒരു പങ്ക് BJP കൊണ്ടുപോയി. അതാണ് സംഭവിച്ചത്. വികസനത്തിനെതിരാണ് CPM എന്ന് പറഞ്ഞു വലിയ നിലയ്ക്കുള്ള നിലപാടുകളെടുത്ത് ഈ നാട്ടിലെ ജനങ്ങളെ, പാവപ്പെട്ട ആളുകളെ ഇത്രയും എത്തിച്ചത് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസുമായി എങ്ങനെയാണ് സഖ്യം ഉണ്ടാക്കാൻ കഴിയുന്ന? വലിയ അഴിമതി നടത്തിയിട്ടുള്ള പാർട്ടിയാണ്. രാജ്യത്തെ ജനങ്ങൾക്കെതിരായ നിലപാടെടുക്കുന്ന കക്ഷികളെ എങ്ങനെ ഒരു വിശദീകരണങ്ങളൊക്കെ അന്ധമായ കോൺഗ്രസ് വിരോധം എന്നാണ് വാക്ക് ഉപയോഗിച്ചത്. കോൺഗ്രസ് വിരോധം ഉണ്ടോ ഈ പാർട്ടി കോൺഗ്രസിന് ശേഷം? ഇല്ല, അത് ഉറച്ചു നിൽക്കണമെന്ന് ഞാൻ പറയുന്നതിൽ കുറച്ചുകൂടെ എക്സ്പ്ലിസിറ്റ് ആവണം. ഇതേപോലുള്ള സഹാക്കളുടെ ഇടയിൽ ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഇടതുപക്ഷ സമാന സ്വഭാവമുള്ള ആളുകളെ ഒന്നിപ്പിക്കണം എന്ന് പറയുമ്പോൾ തന്നെ CPM CPI-യോടുള്ള മനോഭാവം എന്താ? CPI ലയിക്കണം എന്നുള്ള മനോഭാവത്തോടുകൂടി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. RSP-യോടുള്ള CPM-ന്റെ മനോഭാവം എന്തായിരുന്നു എന്ന് നമ്മൾ അനുഭവത്തിലൂടെ കണ്ടു. CPI-യുമായിട്ട് യോജിച്ചുകൊണ്ടാണ് ഞങ്ങൾ എത്രയോ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് ലയിക്കണം എന്ന് പറയുമ്പോൾ അത് സംഘടനാപരമായ കാര്യം കൂടിയാണ്. 2 പാർട്ടിയിലുള്ള നേതാക്കളും പ്രവർത്തനം ലയിക്കുക എന്നുള്ളത് അതൊരു ഓർഗനൈസേഷണൽ മാറ്ററാണ്. അത് കുറച്ചുകൂടി ചർച്ച ചെയ്തിട്ട് സാവകാശത്തിലൊക്കെ ആലോചിക്കാൻ തന്നെ കഴിയുള്ളൂ. അതേസമയം ലയനമാണോ ഒന്നിച്ച് പ്രവർത്തിക്കും? ഞങ്ങളിപ്പോൾ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒരു മുന്നണിയിലാണ് ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതയുള്ള എല്ലാവരെയും ഞങ്ങൾ ഇനി യോജിപ്പിക്കാൻ പോകുന്നു. എല്ലാവരെയും യോജിപ്പിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് മുന്നണിയിലേക്ക് എത്തണമെങ്കിൽ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടേ ചെയ്യൂ എന്ന് വളരെ കൃത്യതയിലാണ് പറയുന്നത്. പാർലമെന്റിൽ നാമമാത്രമായി തീർന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ അവസാന സമയത്ത് ഇനി എന്ത് ബദൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്? അന്ധമായ കോൺഗ്രസ് വിരോധം കാരണം മാത്രമാണ് ഈ CPM എന്നുള്ള പാർട്ടി അതിന് അനുകൂലമായ പലപ്പോഴും നിലപാടുകൾ എടുത്തിട്ടുള്ളത്. ഈ 2009 നമ്മുടെ 2ാം UPA സർക്കാരിന് പിന്തുണ പിൻവലിച്ചതിന് ശേഷം അവരെന്ത് വളർച്ചയാണ് ഉണ്ടായത്? അവർ എത്ര സംസ്ഥാനങ്ങളിൽ അവരുടെ ഭരണം പോയി? അവർക്ക് എന്ത് നേട്ടമാണ് അതുകൊണ്ട് ഉണ്ടായത്? പിന്നെ അവർ എപ്പോഴും ഈ അന്ധമായ കോൺഗ്രസ് കോൺഗ്രസിന് LDF പിൻവലിച്ച ശേഷം കോൺഗ്രസ് എന്ത് സംഭവിച്ചെന്നും കൂടി കോൺഗ്രസ് അത് പരിശോധിക്കണം. അപ്പൊ മനസ്സിലാവും അതിന്റെ ഉത്തരം എന്താണെന്ന്. EMS-ന്റെ മന്ത്രിസഭ മുതൽ ഇങ്ങോട്ട് ഭരിച്ച അവസാനം ES-ന്റെ ഭരണകാലം വരെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ രാജ്യത്തിനാകെ മാതൃകയാകുന്ന ബദലുകളാണ് അവതരിപ്പിച്ചത്. സമ്മതമൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഇന്ന് BJP-യിലേക്ക് യുവാക്കൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 21ാം പാർട്ടി കോൺഗ്രസിന് മുൻപും ഇപ്പോൾ യെച്ചൂര് പറഞ്ഞ് അത് ശക്തമായിട്ട് നമുക്ക് പിന്നെ ഇടതുപക്ഷ CPM-നെ ശക്തമായിട്ട് നമുക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ് ഇല്ലെങ്കിലും അതിങ്ങനെ കൊണ്ടുവരാൻ പാടില്ല. ഇടയ്ക്കും അങ്ങനെ പറയാറില്ല. അതായത് ഞാൻ ഉൾക്കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻപോട്ടോ പിൻപോട്ടോ അതൊരു ചോദ്യമായിട്ട് നിൽക്കുക. അതിനൊന്നും വിലയിരുത്തണമെന്ന് മാത്രമാണ് എനിക്ക് ബഹുമാനപ്പെട്ട എമ്മിനോട് പറയാം. പാർട്ടി കോൺഗ്രസിൽ എന്താണ് ഈ 2 സ്ഥാനങ്ങളിലേക്ക് ഇലക്ഷൻ നടന്നാൽ എന്തെങ്കിലും നിങ്ങളുടെ പാർട്ടിക്ക് സംഭവിക്കുന്നുള്ളത് കൊണ്ടാണോ ഇങ്ങനെ ഇലക്ഷൻ നടത്താത്തതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ? അതിനേക്കാൾ വലിയ രാഷ്ട്രീയം അല്ല, ഇപ്പൊ അദ്ദേഹം ഇന്ത്യ രാജ്യം ഭരിച്ചുകിടുന്ന കോൺഗ്രസ് അമൂൽ ബേബി ആയിട്ടുള്ള നമ്മുടെ രാഹുൽ ഗാന്ധിയെ ആ കോൺഗ്രസിന്റെ കാര്യങ്ങൾ അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഈ കോൺഗ്രസിന്റെ
നാമാവിശേഷം വന്നിരിക്കുക. സംഘടനാ പ്രവർത്തനത്തിൽ ഇത്രയും മൂല്യാധിഷ്ഠിതമായും തത്വാധിഷ്ഠിതമായും പ്രശ്നാധിഷ്ഠിതമായും പ്രവർത്തിക്കുന്ന വേറൊരു ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ. കേരളത്തിലെ പാർട്ടിക്കും കേരളത്തിലെ പാർട്ടിയുടെ പ്രവർത്തനത്തിലും എന്ത് മാറ്റം ഈ ദേശീയ നേതൃത്വത്തിലുള്ള മാറ്റം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കണം? ദേശീയ നേതൃത്വത്തിൽ മാറ്റം ഞാൻ കാണുന്നത് സീതാറാം യെച്ചൂരി ഒരു സുർജിത് ലൈനിലുള്ള നേതാവാണ്. എന്ന് വെച്ചാൽ ഒരു സുർജിത് ലൈൻ എന്ന് വെച്ചാൽ ഒരു പ്രായോഗിക രാഷ്ട്രീയം. ശരിക്കും പ്രായോഗിക രാഷ്ട്രീയം വളരെ എഫിഷ്യൻ്റായിട്ട് നടത്താൻ പറ്റുന്ന സ്റ്റേറ്റാണ് കേരളം. ഒരു ജനറൽ സപ്പോർട്ട്, അതൊരു പ്രത്യയശാസ്ത്ര ചതുർവടിവുകളില്ലാതെ ഒരു കുറച്ചുകൂടി പ്രായോഗികമായ രാഷ്ട്രീയ സമീപനം ഈ നടത്താൻ കഴിയുന്ന ഒരു അവസരത്തിലേക്ക് കേരളത്തിൽ പക്ഷേ അതായിരുന്നു പ്രശ്നം. കേരളത്തിൽ അത്തരം പ്രശ്നങ്ങളുണ്ട്. 2005 ഈ പ്രശ്നമുണ്ട്. ഈ ജനകീയാസൂത്രണ വിവാദം അതിന്റെ തുടർച്ചയാണല്ലോ ഈ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും. ഈ എപ്പോൾ വേണമെങ്കിലും ചാരൻ കയറി വരാവുന്ന ഒരു സെനാരിയോ ഉണ്ട് ഈ CPM-നുള്ളിൽ. അതിന് കുറച്ചുകൂടി ഒരു ഫ്ലെക്സിബിലിറ്റി, കുറച്ചുകൂടി ക്ലാരിറ്റി, ക്ലാരിറ്റി പാർട്ടി കോൺഗ്രസ് രേഖ വെച്ചുകൊണ്ട് ഈ ചാരാരോപണങ്ങളെ നേരിടാൻ പറ്റും. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഭാഗീയത പൂർണ്ണമായും തൂർത്തെഴിയാതെ ഇടതുപക്ഷത്തിന് CPM-ൻ്റെ നേതൃത്വത്തിൽ സംഘടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വളരെയുണ്ട്. RSPയെയും ജനതാദളിനെയും വീരേന്ദ്രകുമാർ വിഭാഗത്തെയും അവർ തെറ്റുതിരുത്തണം എന്നാണ് പറയുന്നത്. അവരെന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ആരും മറുപടി പറഞ്ഞ് കാണുന്നില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തട്ടെ, തിരുത്തിയാൽ പഴയതുപോലെ തന്നെ അവർ സ്വീകരിക്കാനുള്ളത്. ഇപ്പോൾ അവർ ആ രണ്ട് പാർട്ടികളും ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നിരുന്നുവെങ്കിൽ തീർച്ചയായും ഇടതുപക്ഷത്തിന് വീണ്ടും അധികാരത്തിൽ വരാനുള്ള അവസരം ഒരുക്കുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് നിഷേധാത്മക നിലപാടുകൾ മാറ്റി, നേരത്തെ ശ്രീരാമകൃഷ്ണൻ ആദ്യം പറഞ്ഞതുപോലെ ഇടതുപക്ഷ മനസ്ഥിതിയുള്ള മുഴുവൻ ആളുകളെയും അവരുടെ വരും വാരായകൾ നോക്കാതെ, അവർ പണ്ട് ചെയ്തത് എന്താണെന്ന് നോക്കാതെ അവരെ കൂടെ കൂട്ടാനുള്ളൊരു സന്മനോഭാവം ഉണ്ടാക്കാൻ യെച്ചൂരിക്ക് കഴിഞ്ഞാൽ അതിൽ സന്തോഷിക്കുന്ന ആളായിരിക്കും ഞാൻ. ശ്രീ KG ജേക്കബ്, പലപ്പോഴും കേരളത്തിലെ ഒരു പ്രശ്നം പോലും കേരളത്തിലെ CPM-ലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്രയും കാലമായി, പതിറ്റാണ്ടുകളായി എന്ന് പറയാവുന്ന രീതിയിൽ VS പിണറായി അല്ലെങ്കിൽ VS പാർട്ടിയുമായുള്ള ബന്ധം, അതിൻ്റെ കോൺഫ്ലിക്റ്റ് എന്ന തലത്തിലാണ്. ഇപ്പോൾ പോലും ഈ ചർച്ചകൾ പോലും എത്തി നിന്നത് ദേശീയ നേതൃത്വം മാറുന്നതോടുകൂടി അതെല്ലാം മറ്റൊരു തലത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള അർത്ഥത്തിലുമാണ്. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ CPM-ന് ഈ ദേശീയ നേതൃമാറ്റം ഉണ്ടാക്കാൻ പോകുന്ന സ്വാധീനം എന്തായിരിക്കും? ഈ VS പ്രശ്നത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ പാർട്ടിക്ക് ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പം വന്നിരിക്കുന്നത്. കാരണം VS സ്ഥിരമായി നമുക്കറിയാവുന്ന കഥയാണ്. ഇനി അങ്ങോട്ട് VSനെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം യെച്ചൂരിയെ ഏൽപ്പിക്കുക. കേരളത്തിലെ പാർട്ടി അതിൽ ഇടപെടാതിരിക്കുക. അദ്ദേഹം പറയട്ടെ. അത് എന്തായാലും ഇവരൊക്കെ പറഞ്ഞു നടക്കുന്നത് അദ്ദേഹം ഞങ്ങളുടെ പൊതുസ്വത്വമാണ്, വലിയ നേതാവാണെന്ന്. അങ്ങനെ തന്നെ അദ്ദേഹത്തെ പറയാൻ സമ്മതിക്കുക. VSനെ നിയന്ത്രിക്കുന്ന ഉത്തരവാദിത്വം യെച്ചൂരി ഏൽപ്പിക്കാം. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം യെച്ചൂരി പാർട്ടിയിലെ ഒന്നാമനല്ല, പാർട്ടി കൊണ്ടുനടക്കുന്ന ഉത്തരവാദിത്വം ഉള്ള പ്രകാശ് കാരാട്ടുണ്ടായിരുന്നു. ഇനി യെച്ചൂരിക്ക് അത് പറ്റില്ല. അദ്ദേഹം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. കേരളത്തിലെ പാർട്ടിയെ അതിൻ്റെ താല്പര്യങ്ങളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഒരു നിലപാടും ഇനി യെച്ചൂരിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം VSനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനും പാർട്ടിക്ക് അനുകൂലമായിട്ട് തെരഞ്ഞെടുപ്പിലും മറ്റ് സമരമുഖങ്ങളിലും VSനെ കൂട്ടിയിണക്കിക്കൊണ്ടു പോകാനുമുള്ള ഉത്തരവാദിത്വം സംസ്ഥാനത്തെ പാർട്ടി ഏറ്റെടുക്കാതെ അത് കേന്ദ്രത്തിന് വിട്ടുകൊടുക്കുക. സാധാരണ പോലെ പാർട്ടി അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയി കഴിഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് CPM എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു നേതാക്കളിൽ ഒരാളാണ് സഖാവ് VS. പക്ഷേ സംഘടനാപരമായി വരുന്ന പിശകുകളെ ഒരു മാധ്യമ ചർച്ചയിൽ പരിഹരിക്കാൻ പറ്റില്ല. സംഘടനാപരമായി വരുന്ന പിശകുകൾ ഇനിയും ഉണ്ടെങ്കിൽ ഇനിയും പരിശോധിക്കാം. അത് VSന് മാത്രമല്ല ആരുടെ ഭാഗത്തുനിന്നും. കാരണം ഞങ്ങൾ സംഘടനയുടെ അടുക്കും ചിട്ടയെ സംബന്ധിച്ചും അതിൻ്റെ അച്ചടക്കത്തെ സംബന്ധിച്ചും ഒരു നിലപാടുള്ളവരാണ്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് സംഘടനയുടെ നിലപാടുകളെ ആ സംഘടനയാണ് ഞങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. അത് എത്രത്തോളം ആക്ഷേപിച്ചാലും ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരം നല്ല ഊർജ്ജസ്വലമായ 28,000 ബ്രാഞ്ച് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്ന കേരളത്തിലെ സംഘടനയാണ്. ആ സംഘടന പ്രധാനമായിട്ട് തന്നെയാണ്, അതിനെ സംരക്ഷിച്ചേ പറ്റൂ. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. പുതിയ നേതൃത്വം CPM-നും ഇടതുപക്ഷത്തിനും എന്ത് ദിശാമാറ്റം നൽകും എന്ന് കാലമാണ് തെളിയിക്കേണ്ടത്. പക്ഷേ വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ ഘട്ടത്തിൽ ഇടതുപക്ഷം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം എന്തായിരിക്കുമെന്ന് ജനാധിപത്യ വിശ്വാസികൾ കാത്തിരിക്കുന്നുണ്ട്. നിയന്ത്രണരേഖ പൂർണ്ണമാകുന്നു. നമസ്കാരം.